സുധാമണി, നിങ്ങളോട് വളരെ അത്യാവശ്യമായി ചില കാര്യങ്ങൾ സംസാരിച്ചേ പറ്റൂ. ഐ വിൽ ടേക്ക് ഓൺലി 5 minutes. ഒരു 5 മിനിറ്റ് മതി. എന്തായാലും വീട് വെച്ച് വേണ്ട സാറേ, നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയിട്ട് സംസാരിക്കാം. സാറ് വരണം. വരൂ സാർ, എന്റെ പിന്നാലെ വന്നാ മതി. ആരോടൊന്നും മിണ്ടാൻ പറയാൻ നിൽക്കണ്ട. ഇപ്പൊ എങ്ങനെയുണ്ട്? നമ്മൾ ആരും അറിയാൻ പാടില്ലാത്ത എന്തോ ഒരു ഏർപ്പാട് സുധാമണിക്ക് അയാളുമായിട്ടുണ്ട്. കണ്ടില്ലേ, അയാൾ വിളിച്ചപ്പോ അവള് കുണുങ്ങി കുണുങ്ങി പോയത്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കണ്ടേ കീർത്തനയുടെ അച്ഛാ. ഇങ്ങനെ ദേവദോഷം പറയല്ലേ. നീ മിണ്ടാതിരിക്കടി. കൺമുമ്പിൽ ഒരു വൃത്തികേട് നടക്കുമ്പോ അത് കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിക്കാൻ ഈ മാർത്താണ്ഡം പിള്ള കിട്ടില്ല. സുധാമണിയെ കുറിച്ച് അനാവശ്യം പറയല്ലേ പിള്ള സാറേ. ചേടാ, നിനക്കൊന്നും ബുദ്ധിയില്ലാതെ പോയത് എന്റെ കുറ്റമല്ല. ഒന്നും കൂട്ടിയാലേ 2 മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എനിക്കുണ്ട്. അതെന്റെ കുറ്റമല്ല. അന്നൊരിക്കൽ നാട്ടിൽ പോവാന്ന് പറഞ്ഞ് 2 ദിവസം ഇവള് കറങ്ങാൻ പോയത് ചിലപ്പോ ഇയാളുടെ കൂടെ തന്നെ ആയിരിക്കും. ആയിരിക്കും, ആർക്കറിയാം. പുറത്തു വച്ച് നടന്നുകൊണ്ടിരുന്ന ചുറ്റിക്കളി ഇപ്പൊ കറങ്ങി തിരിഞ്ഞ് കോളനിക്ക് അകത്ത് വരെ എത്തി. ഇതുപോലൊരുത്തി നശിച്ചാ മതി, സകലരും നാറാൻ. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാന്നേ, ഇങ്ങനെയുള്ള വൃത്തികേടുകൾ ഒന്നും ഈ കോളനിക്കകത്ത് മാർത്താണ്ഡം പിള്ള അനുവദിക്കത്തില്ല. അങ്ങനെ തന്നെ. അങ്ങ് പുറത്ത് വല്ല ലോഡ്ജിലും മുറിയെടുത്ത് നടത്തേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ നടത്താമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ചാണകം കലക്കി എല്ലാത്തിന്റെയും മുഖത്തോടിക്കും ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ തന്നെ വേണം. മെസ്സേജാ? എനിക്ക് മെസ്സേജ് ഒന്നും കിട്ടിയിട്ടില്ല സാറേ. മെസ്സേജ് മാത്രമല്ല, ഞാൻ ഒരുപാട് തവണ വിളിക്കുകയും ചെയ്തു. ഒന്നും സുധാമണി അറ്റൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സാറേ. ഇതാ ചായ. വത്സേട്ടാ, ഇത് നോക്കൂ, ഞാൻ എത്ര തവണ വിളിച്ചിട്ടുണ്ടെന്ന്. ഇനി ഞാൻ മെസ്സേജ് കാണിക്കണോ? അയ്യോ വേണ്ട സാറേ, ഞാൻ എന്തിനാ സാറിനെ വിശ്വസിക്കാണ്ടിരിക്കുന്നത്? എന്നാലും ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവാതെ. ഇന്നലെ എന്റെ ഫോണ് കയ്യിലില്ല എന്നുള്ളത് സത്യം. പക്ഷെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാണണ്ടല്ലേ? പിന്നെ എപ്പോഴാ അത് തിരികെ കിട്ടിയത്? വീട്ടിൽ ഒരു സ്ഥലവും ഇല്ലാണ്ട് ഞാൻ അരിച്ചു പെറുക്കി, കിട്ടിയിട്ടില്ല. അവസാനം വൈകുന്നേരം മീനാക്ഷി സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഓളത് കണ്ടുപിടിച്ചെന്ന്. അതും അടുക്കളേന്റെ ഗ്യാസ് സ്റ്റൗവിന്റെ ചോട്ടുമെന്ന്. അത് ഓളെടുത്ത് തന്നേരം ഞാൻ ഫോണ് മുഴുവൻ നോക്കിയതാ. സാറിന്റെ ഒരു മിസ് കോൾ പോലും ഉണ്ടായിട്ടില്ല. മെസ്സേജും ഞാൻ ചെക്ക് ചെയ്തതാ. സ്ട്രേഞ്ച്. അങ്ങനെ എങ്ങനെയാ സംഭവിക്കുക? ഇത് എപ്പം മുതലാ കാണാതായത്? രാവിലെ മുതലേ കാണാനില്ലേനു. രാവിലെ എനിക്ക് ഒരുപാട് പണിത്തിരക്കുള്ളതുകൊണ്ട് ആ സമയത്ത് ഫോൺ ഞാൻ നോക്കലേ ഇല്ല. മക്കളെല്ലാം പോയതിന് ശേഷം ഞാൻ ഫോണൊന്ന് കൈകൊണ്ട് തൊടുന്ന പോലും. ആ സമയം മുതൽ ഫോൺ കാണാനില്ല. ഉച്ചവരെ ഞാൻ എല്ലാ സ്ഥലത്തും നോക്കി. എന്നിട്ട് ഞാൻ മഞ്ജുള എന്റെ അങ്ങട്ടേലെ നമ്മൾ അയൽവക്കം ഓളെ വിളിച്ചോണ്ട് വന്ന് ഓളെ ഫോണിന്ന് എന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കി. അപ്പൊ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ ശബ്ദമൊന്നും കേട്ടിട്ടില്ല. എന്നിട്ട് വൈകുന്നേരം മീനാക്ഷി സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണോ ഫോൺ കിട്ടിയത്? ആന്ന്, ഓള് സ്റ്റൗവിന്റെ ചോട്ടിന്ന് കണ്ടുപിടിച്ചെടുത്തന്നു. സുധാമണിയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സാറേ. സുധാമണി സ്കൂളിൽ ചേരുന്നതിൽ മീനാക്ഷിക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. പക്ഷെ ദൈവം സഹായിച്ച് ഇതുവരെ അങ്ങനെ ഒരു കാര്യത്തെ പറ്റി ഓൾ അറിഞ്ഞിട്ടേ ഇല്ല. അതാണ് ഒരാശ്വാസം. അറിഞ്ഞാലോള് ഭദ്ര കാളീനെ പോലെ ഉറഞ്ഞു തുള്ളു സാറേ. ഇനി അത് ഓളോ സ്കൂളും കൂടിയാന്ന് അറിഞ്ഞ എന്റെ അമ്മോ, എനിക്കത് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. അല്ല സാറേ, അത് വേറൊന്നും കൊണ്ടല്ല. ഓക്കത് നാണക്കേട് ഉണ്ടാവൂലേ? ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് കരക്കെടുത്ത് എല്ലാം ഒന്ന് റെഡിയാവുമ്പോ ഞാൻ എന്തായാലും കുട്ടികളോടത് പറയും.
പറയാണ്ടിരിക്കാനും പറ്റൂലല്ലോ സാറേ. ഐ തോട്ട് സോ. ഏ? അല്ല, ഒന്നുമില്ല. ഇന്ന് സുധാമണി മീറ്റിങ്ങിന് വരാതിരുന്നത് ബോർഡ് മെമ്പേഴ്സിൽ കുറച്ച് നീരസം ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യോ സാർ, ഞാൻ ഇല്ല, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഒരുവിധം അവരോട് സംസാരിച്ച് സോൾവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നാളെ രാവിലെ വീണ്ടും ആ മീറ്റിംഗ് ഉണ്ടാവും. വലിയ ഉപകാരം സാറേ. സാറിനെ ദൈവം രക്ഷിക്കും. ഇനി ഞാൻ എന്റെ ഫോൺ സൂക്ഷിച്ചോളാം. അത് ഞാൻ ഏടി കൊണ്ടേ കളയൂല. ഫോൺ കയ്യിലുണ്ടെങ്കിലും കളഞ്ഞാൽ എന്ത് സംഭവിച്ചാലും ശരി, നാളെ കൃത്യം 10:30 മണിക്ക് സുധാമണി സ്കൂളിൽ ഉണ്ടാകണം. ഓക്കെ? ഓക്കെ സാറേ. ഞാൻ നാളെ രാവിലെ സുധാമണിയുടെ ഫോണിൽ മെസ്സേജ് അയക്കും. നമുക്ക് നോക്കാമല്ലോ ആ മെസ്സേജ് ഫോണിൽ ഉണ്ടാകുമോ എന്ന്. സാറിന്റെ നമ്പർ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ. അല്ല സാറേ, മഞ്ജുളന്റെ ഫോണിന്ന് ഞാൻ ഉറപ്പായിട്ട് സാറിന് അങ്ങോട്ട് വിളിക്കുവേനു. സാറിന്റെ നമ്പർ ഒന്നും ഇപ്പൊ തന്നിനെങ്കില് ഒരു അത്യാവശ്യം വന്ന് അങ്ങോട്ട് വിളിക്കാൻ. അതിനെന്താ, ഞാൻ പറയാം, എഴുതിയെടുത്തോളൂ. അയ്യോ, എഴുതൊന്നും വേണ്ട, സാറ് പറഞ്ഞാ മതി. ദാ ഈടെ സേവിങ്സ് ആയിക്കോളും. ഓഹോ, പറയട്ടെ. 9078234986. ഞാൻ എത്രയാ പറഞ്ഞേ? 9078234986. ആ, ഗ്രേറ്റ്. താങ്ക്സ്. എത്ര കാലമായി ഒരു തട്ടുകട ചായ കുടിച്ചു. താങ്ക് യു സുധാമണി. കാശൊക്കെ ഞാൻ കൊടുത്തോളാം. അയ്യോ വേണ്ട സാറേ, ഇത് വലിയ നോട്ടുകൾക്കൊന്നും ചില്ലറയില്ലാത്ത കുഞ്ഞു കടയല്ലേ, ഞാൻ കൊടുത്തോളാം. മത്സരക്കാരന്റെ പറ്റിലെഴുതിക്കോളെ. സാഗർ വല്ലാണ്ട് മൂഡ് ഔട്ടിലാണല്ലോ. നീ നിന്റെ പാടോക്കി പോയേ, ഞാൻ ആകെ മൂഡ് പോയി നിക്കുക. എന്നോട് എന്തിനാ എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നേ? ഇല്ലടി, നിന്നെ ഞാൻ മടിയിലിരുത്തി കൊഞ്ചിക്കാം. മാർത്താണ്ഡം പിള്ളേരെ മോളെ. വെറുതെ എന്തിനാ എന്റെ അച്ഛനെ പറയുന്നേ? പറയാ മാത്രമല്ല, ഇങ്ങനെ പോയാ മിക്കവാറും അയാളുടെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കും. നോക്കിയും കണ്ട് നിന്നോളാൻ പറ നിന്റെ തന്തയോട്. നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ എന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ? ആ പാഷാണത്തിന്റെ വിത്തല്ലേ നീ. അയാളുടെ കുറെ ഗുണം നിനക്കും കാണും. സാഗർ പ്ലീസ് മതിയാക്ക്, കുറച്ച് കൂടുന്നുണ്ട്. അത് എന്നോടല്ല, നീ ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ തന്തയോട് പോയി പറ. കോളനിക്കാരുടെ മുന്നിൽ വെച്ച് അയാൾ എന്റെ അമ്മയെ കുറിച്ച് വിളിച്ചു പറഞ്ഞതൊക്കെ എണ്ണി എണ്ണി കണക്ക് തീർക്കും. നീ നോക്കിക്കോ. സത്യത്തി നിന്നോടുള്ള ദേഷ്യ അച്ഛൻ അവസരം കിട്ടുമ്പോ സുധാന്റിയോട് തീർക്കുന്ന. അച്ഛൻ നിന്നെ കണ്ണെടുത്താ കണ്ടൂടാ. നിനക്കാണെങ്കിലോ അച്ഛനായിട്ട് വട്ട് തട്ടുന്നതാ ഏറ്റവും വലിയ ഹോബി. ഇതിനിടയിൽ കിടന്ന് ശ്വാസം മുട്ടുന്നത് ഞാനാ. നീ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് എനിക്ക് അയാളുടെ അടുത്തുണ്ടായ കലിപ്പ് അങ്ങനെ പെട്ടെന്നൊന്നും തീരാൻ പോകുന്നില്ല. പാവപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ നിന്ന് നാട്ടിലില്ലാത്ത വാടകയും പിടിച്ചു വാങ്ങി ആ കാശിന് മൂക്കുമുട്ടെ തിന്ന് മെയ്യ് ഇറങ്ങാതെ അരമനയിലിരിക്കുന്ന നിന്റെ അച്ഛനില്ലേ, എന്റെ അമ്മയുടെ കഷ്ടപ്പാട് പറഞ്ഞാൽ മനസ്സിലാവില്ല. എത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടും ഞങ്ങളുടെ അമ്മ അഭിമാനം വിട്ടൊരു കാര്യവും അവരുടെ ജീവിതത്തിൽ ഇന്നേ വരെ ചെയ്തിട്ടില്ല. അതെ, ഞങ്ങൾക്ക് ഉറപ്പാ. അതിന് മറ്റാരുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ആ അമ്മയുടെ മാനത്തിനാ ഇന്ന് ഈ കോളനിയുടെ നടുത്തളത്തിൽ എല്ലാവരുടെയും മുന്നേ വെച്ച് അയാൾ വേണ്ടാതീനം പറഞ്ഞത്. ഇപ്പൊ അയാളുടെ കാത് മാത്രമേ പോയിട്ടുള്ളൂ. ഇനി നാവും കൂടെ ഞാൻ പിഴുതെടുക്കും, നോക്കിക്കോ. നിനക്ക് നാണമില്ലേ ഇങ്ങനൊരു തന്തയുടെ മോളാണെന്നും പറഞ്ഞ് നടക്കാൻ? സാഗർ മതി, നിർത്ത്. അച്ഛനും അമ്മയൊന്നും നമ്മൾ ചൂസ് ചെയ്യുന്നതൊന്നല്ലോ. എന്റെ അച്ഛനും അമ്മയുടെ മോളായിട്ട് ഞാൻ ജനിച്ചു പോയില്ലേ എന്നുവെച്ച് ആ അച്ഛന്റെ മോളാണെന്ന് അന്തസ്സും പേറിയൊന്നും അല്ല ഞാൻ ജീവിക്കുന്നത്. നീ പറഞ്ഞതുപോലെ എന്റെ അച്ഛന്റെ സ്വഭാവ ഗുണങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടുമില്ല. ഞാനൊരു പാവം പെണ്ണ. ഞാൻ ഈ ജീവിതത്തിൽ ആരെങ്കിലും ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, ഒപ്പം നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നീയാണ് സാഗർ. നീ മാത്രമാ. നീയും അച്ഛനായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും നീറുന്നത് എന്റെ നെഞ്ചാ. നീയാണെങ്കിൽ നിന്റെ മനസ്സിൽ എന്താണെന്നൊന്ന് തുറന്നു പറയുന്നതുമില്ല. എത്ര കാലം ഈ ഒളിച്ചുകളി തുടരും സാഗർ?
സാഗർ നീ കൊള്ളാലോടി, മിണ്ടാ പൂച്ച കലടക്കെന്ന് അപ്പൊ വെറുതെ പറയുന്നതല്ല. അത് പോട്ടെ, എന്തായാലും നടന്നു. എന്തായാലും മാർത്താണ്ഡ പിള്ള സാറിന്റെ അറിവോടുകൂടി ഇത് നടക്കാൻ സാധ്യതയില്ല. അതെ, ഒളിച്ചോടി പോകാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അതെ, എന്റെ എന്തെങ്കിലും സഹായം വേണോ? ഞാൻ സഹായിക്കാടി. അതെ, പ്ലാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ. ഇതെങ്ങനെങ്കിലും ചൂട് മാറുന്നതിന് മുൻപേ മാർത്താണ്ഡ പിള്ള സാറിന്റെ ചെവിയിൽ എത്തിച്ച സുധാമണിയോടുള്ള അയാളുടെ ശത്രുതയും ദേഷ്യവും ഇരട്ടിയാകും. അയ്യോ, പിന്നെ നടക്കുന്ന പുകല് വേറെ ലെവലായിരിക്കും. എനിക്ക് വയ്യ. പക്ഷെ ഞാൻ മാത്രമായി പോയി പറഞ്ഞ അയാൾ ചിലപ്പോ വിശ്വസിക്കത്തില്ല. ശാന്തിയെ കൂട്ടാം. വരുന്നുണ്ട്. ബാലു, ഓഫീസിൽ നിന്ന് വരുന്ന വരവായിരിക്കും അല്ലേ? അതെ ചേച്ചി. അല്ല, ഞങ്ങളെ ബാലുവിനെ കണ്ടൊരു കാര്യം പറയായിരിക്കുമായിരുന്നു. എന്താ ചേച്ചി കാര്യം? അതെ, ഞങ്ങള് പറയുന്ന കാര്യം നീ വേറെ ഒരു രീതിയിൽ എടുക്കല്ലേ മോനെ. ഞങ്ങൾ കണ്ട കാര്യം അങ്ങ് പറയുന്നേ ഉള്ളൂ. ഈ മുഖവരെയൊന്നും വേണ്ട ചേച്ചി, ധൈര്യമായിട്ട് പറഞ്ഞോ. നീ പറ സുഭാഷിണി. ഇന്ന് സുധാമണി ചേച്ചിയെ കാണാനേ ആരോ ഒരാള് വന്നിരുന്നു. ഒരു കോട്ടും സൂട്ടും ഇട്ട മനുഷ്യനാ. ഇവിടെ എങ്ങും കണ്ടിട്ടില്ല. ദൂരേന്ന് ഇവിടുന്ന വന്നാ തോന്നുന്നേ അല്ലേ? പിന്നെ കാറിലാ വന്നത്. അതിനിപ്പോ എന്താ പ്രശ്നം ചേച്ചി? അല്ല ബാലു, തീരെ മോശമായിട്ടാ ഇവിടെയുള്ള ആൾക്കാർ അതിനെ പ്രതികരിച്ചത്. പ്രത്യേകിച്ച് ആ മാർത്താണ്ഡപിള്ള. അയാൾ സുധാമണി ചേച്ചിയെ കുറിച്ച് പറയാൻ ഒന്നുമില്ല. സത്യം. അല്ല, പിന്നെ അവരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചേച്ചി എന്തോ ഒളിച്ചുകളി പോലെയാ അയാളെ ഇവിടുന്ന് വിളിച്ചോണ്ട് പുറത്തേക്ക് പോയത്. അതെ, ഒരു കാര്യമുണ്ട്. ചേച്ചി അയാളുടെ കാറിലാ കേറിപ്പോയത്. അമ്മ അയാളോടൊപ്പം കാറിൽ കയറി പോയോ? എങ്ങോട്ട്? അത് നമുക്കെങ്ങനെ അറിയാം? ചേച്ചിക്കല്ലേ അറിയൂ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഇതാ ഞങ്ങൾ ആദ്യമേ പറഞ്ഞത്. ദേ, കണ്ട കാര്യം ഞങ്ങൾ അങ്ങ് പറഞ്ഞേ ഉള്ളൂ. വേറൊന്നും വിചാരിക്കരുത്. ദേ, നീ ഇങ്ങോട്ട് വാടി. ഇനി ഇവിടെ നിന്ന് കാര്യങ്ങൾ വിശദീകരിച്ച നമ്മൾ തെറ്റുകാരാകും. അയ്യോ, നീ എന്താടാ ലേറ്റ് ആയേ? ഓഫീസിൽ MD ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്താ വല്ലാണ്ടിരിക്കുന്നത്? സുഖമില്ലേ? എനിക്ക് അസുഖമൊന്നുമില്ല. അമ്മയായിട്ട് ഇനി അസുഖമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. ഞാൻ എന്ത് ചെയ്തു? നീ മരിയൊക്കെ കാര്യം പറവാലോ. ഇന്ന് അമ്മയെ കാണാൻ ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? വന്നിരുന്നോന്ന്? ഇതാരാ എന്നോട് പറഞ്ഞേ? അതാരെങ്കിലും ആയിക്കോട്ടെ. അമ്മ ഞാൻ ചോദിച്ചതിന് ആദ്യം മറുപടി പറ. വന്നിരുന്നു. ആരാ അയാള്? അമ്മയുമായിട്ട് അയാൾക്ക് എന്താ ഇടപാട്? അയാള് ഒരു വലിയ ഹോട്ടൽ മുതലാളിയാ. ഹോട്ടൽ മുതലാളിയോ? നമ്മളെ ഈ ജംഗ്ഷനിലെ ഗുരുകൃപ ഹോട്ടലില്ലേ, വെജിറ്റേറിയൻ, അതുപോലെ ഒരുപാട് ഹോട്ടലെല്ലാം ഉള്ള ആളാ. അയാളെന്തിനാ അമ്മയെ കാണാൻ വരുന്നത്? അത് അവരൊരു പുതിയ ഹോട്ടൽ തുടങ്ങാൻ പോവാ. ആടത്തേക്ക് എന്റെ ഭക്ഷണം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ വന്നതാ. ഹോട്ടലിലേക്ക് അമ്മയുടെ ഭക്ഷണം? അപ്പോ അമ്മ അയാളുടെ കാറിൽ കയറി എങ്ങോട്ടാ പോയത്?
ഇതെന്താ ക്രോസ് വിസ്താര? ആരോ കൃത്യമായിട്ട് എനിക്ക് ന്യൂസ് തന്നിട്ടുണ്ട്. ഞാൻ ആ ഹോട്ടലൊന്ന് കാണാൻ വേണ്ടി പോയതാ. എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ടല്ലോ അമ്മ പറയുന്നതിൽ. ഉണ്ടല്ലേ, എനിക്കും തോന്നി. പക്ഷെ അധികം താമസിയാതെ മാറിക്കോളും. നീ പോയി ഈ ഡ്രസ്സ് മാറിയിട്ട് വാ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ഒറ്റയ്ക്ക് കള്ളു കുടിക്കുന്നത് ഒരു ബോറ് പരിപാടിയാ. അളിയനോട് ചോദിച്ചപ്പോ അളിയൻ കംപ്ലീറ്റ് ആയിട്ട് വിട്ടെന്ന് പറഞ്ഞു. വാട്ട് അബൌട്ട് യു? മോള് പ്രായമായപ്പോ ഞങ്ങള് രണ്ടുപേരും കൂടി കമ്പൈൻഡ് ആയിട്ട് എടുത്തൊരു തീരുമാനമാ, നോ മോർ ഡ്രിങ്ക്സ് ഇൻ ലൈഫ്. കുഞ്ഞുങ്ങളെ കരുതി അത്തരം ശീലങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കുന്നത് നല്ലതാ എന്ന് കരുതി അവരുടെ ജീവിതം അവരുടെ വാശിക്ക് വിട്ടുകൊടുക്കുന്നത് ഒട്ടും നല്ലതല്ല. ഞാൻ ഏട്ടനോട് അതുകൂടി പറയാനാ ഇങ്ങോട്ട് വന്നത്. കിരൺ ആ പാർട്ടിക്ക് വരുന്നതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു. അവൾക്ക് അതിൽ തീരെ താല്പര്യമില്ല സന്ദീപേട്ട. അത് മഹേഷും വ്യക്തമായിട്ട് പറഞ്ഞു. അത് അവൾക്ക് പ്രമോഷൻ കിട്ടിയതിന്റെ സന്തോഷം പങ്കുവെക്കാൻ അവളായിട്ട് അറേഞ്ച് ചെയ്യുന്നൊരു ഫംഗ്ഷൻ അല്ലേ. അതിൽ ആര് പങ്കെടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവൾക്കില്ലേ? നീ എന്താ പറഞ്ഞു? അല്ല, കിരണിനെ നമുക്ക് ആ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിക്കൂടെ? ഏട്ടൻ തന്നെ അവനോടൊന്ന്. കൊള്ളാം, അസലായിരിക്കുന്നു. ഒരാളെ സ്നേഹപൂർവ്വം ഒരു ഫംഗ്ഷന് ഇൻവൈറ്റ് ചെയ്യുക, എന്നിട്ട് പിന്നീട് വിളിച്ച് അത് അറ്റൻഡ് ചെയ്യണ്ടെന്ന് പറയുക. അതിൽ പല ഒരു മര്യാദക്കേടുണ്ടോ യാമി? ഏട്ടാ അത് പിന്നെ നീ എന്തൊക്കെ പറഞ്ഞാലും എന്നെ ആ ചെറ്റത്തരത്തിന് കിട്ടില്ല. അത് മര്യാദക്കേടാണ്, സമ്മതിച്ചു. പക്ഷേ ആ പാർട്ടിയില് അപർണയുടെ സമ്മതമില്ലാതെ കിരണിനെ ഇൻവൈറ്റ് ചെയ്തത് മര്യാദക്കേടല്ലേ? എന്തു തന്നെ ആയാലും അവനെ ക്ഷണിക്കുന്നതിന് മുമ്പ് അവളോടൊന്ന് ചോദിക്കേണ്ടതായിരുന്നു. ഇത് തന്നെയാ നിന്റെയും അളിയന്റെയും ഒക്കെ കുഴപ്പം. അവളുടെ താളത്തിനൊത്ത് തുള്ളി ഇതുവരെ മതിയായിട്ടില്ല നിങ്ങൾക്ക്. ആ ദാരിദ്ര്യം പിടിച്ച ചെരിയിലേക്ക് അപ്പുവിനെ കല്യാണം കഴിച്ച് വിടേണ്ടി വരുന്നതും നിങ്ങളുടെ ഈ നിലപാട് കാരണമാണ്. നിങ്ങൾക്കതിൽ നാണക്കേടുണ്ടാവില്ല, പക്ഷെ എനിക്കുണ്ട്. ഞാൻ ജർമ്മനിയിൽ അങ്ങ് സ്ഥിരതാമസത്തിന് പോയതൊന്നും അല്ല. ജോലിയുടെ ഭാഗമായി തൽക്കാലം അവിടെ സെറ്റിൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. തിരിച്ചു വന്നാലും ഈ നാട്ടിലേക്ക് എനിക്ക് ഇറങ്ങി നടക്കണം. അപ്പുവിന്റെ ഒരേ ഒരു അമ്മാവൻ എന്ന നിലയിൽ അവളുടെ കാര്യത്തിൽ എനിക്ക് വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട്, തീരുമാനങ്ങളുണ്ട്. ഇതിലിപ്പോ ഞാൻ എന്ത് പറയാനാ ഏട്ടാ? നീ ഒന്നും പറയണ്ട, എല്ലാത്തിനും നിന്നെ പറഞ്ഞാ മതി. അച്ഛന്മാർക്ക് പെൺകുട്ടികളോട് പൊതുവെ സ്നേഹവും വാത്സല്യവും ഒക്കെ കൂടും. അവര് പറയുന്ന താളത്തിനൊത്ത് തുള്ളിയെന്നും വരും. പക്ഷേ ഒരമ്മ എന്ന നിലയിൽ അവളുടെ കടിഞ്ഞാണ് നിന്റെ കയ്യിൽ വേണമായിരുന്നു. നീ അത് ചെയ്തില്ല. അവളെ തിരുത്താനും ശ്രമിച്ചില്ല. പെൺകുട്ടികളുടെ മനസ്സല്ല ഏട്ടാ, അവരുടെ വിചാരങ്ങളും വികാരങ്ങളും ഒന്നും ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. യെസ്, ദാറ്റ്സ് ദ പോയിന്റ്. പെൺകുട്ടികളുടെ മനസ്സ് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. ദാറ്റ് മീൻസ് ആ ചേരിക്കാരൻ പയ്യനുമായി ഇപ്പൊ അവക്ക് തോന്നുന്ന പ്രണയം നാളെ മാറി മറിഞ്ഞുകൂടാന്നില്ല. കിരണും അവളുമായി നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മളായി ഉണ്ടാക്കി കൊടുത്തേ മതിയാവൂ. ആൻഡ് ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇതിലും നല്ലൊരു അവസരം ഇനി കിട്ടില്ല. പക്ഷേ പാർട്ടിക്ക് ബാലു വരില്ലേ? വരട്ടെ, വരണം. ഇത് രണ്ടും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന് ആ സ്പോട്ടിൽ തന്നെ അവക്ക് മനസ്സിലാവുമല്ലോ. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കും ഞാൻ.